السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيد المرسلين وعلى آله وصحبه أجمعين. ما بعد. മൈമൻ അക്കാഡമി നടത്തിറങ്ങുന്ന റമദാൻ സ്പെഷ്യൽ ക്ലാസ്സിലെ 11ാമത്തെ നാളിലായിട്ടിരുന്നങ്ങ ഒരുമിച്ച് കൂടി സൂറത്തു യാസീന്റെ 41ാമത്തെ ആയത്തായിട്ടിക്കിരിനി നമുക്ക് വിശദീകരിക്കുകയില്ലേ. വആയത്തുല്ലഹും എന്ന രൂപത്തിൽ അല്ലാഹു തആല രണ്ട് വിഷയത്തെ പ്രധാനപ്പെട്ട രണ്ട് കാര്യത്തെ അല്ലാഹു തആല ചൊന്നിട്ടൈത്ത്. വആയത്തുല്ലഹുമുൽ അർളുൽ മൈതതു വആയത്തുല്ലഹുമുൽ ലൈലു നസ്ലഖു മിൻഹുൻ നഹാർ. ഒന്ന് ഞങ്ങളെ കീഴിലെ കാണുക ഉടങ്ങಂತೆ ഭൂമിയുടെ ಬಗ್ಗೆ, ഭൂമിയിലുണ്ടാവുടങ്ങಂತೆ സസ്യಗಳ ಬಗ್ಗೆ, ഭൂമിയിലുണ്ടാവുടങ്ങಂತೆ ജീവജാലಗಳ ಬಗ್ಗೆ തിങ്ക് ആക്കുകയായിട്ട്, ಅದರ ಬಗ್ಗೆ ಆಲೋಚನೆ ആക്കുകയായിട്ടാണ് അല്ലാഹു തആല ഫസ്റ്റ് ഞങ്ങളെ ഒന്ന് പ്രചോദനാക്കി. രണ്ടാമതായിട്ട് ആകാശ ലോകത്ത് ഒന്ന് വീക്ഷണാക്കിയിട്ട് അവിടുള്ളങ്ങനത്തെ ഗോളങ്ങ, ആ ഗോളങ്ങളെ സഞ്ചാര, അതിരെ അത്ഭുതകരമായിട്ടുള്ളങ്ങനത്തെ ചലനങ്ങ, ഇದ್ರ ಬಗ್ಗೆ തിങ്കാക്കുകയായിട്ടാണ് അല്ലാഹു തആല രണ്ടാമതായിട്ട് ഞങ്ങളെ പ്രേരിപ്പിച്ചത്. മൂന്നാമതായിട്ട് അല്ലാഹു തആല ഞങ്ങൾക്കു പ്രേരിപ്പിക്കണങ്ങಂತೆ ഞങ്ങളെ തിങ്കാക്കുകയായിട്ട്, ചിന്തനാക്കുകയായിട്ട് പ്രേരിപ്പിക്കുന്ന വിഷയ അത് കടലില് സഞ്ചാരാക്കണങ്ങಂತೆ കപ്പലുടെ ಬಗ್ಗೆ ಇಟ್ಟಿಕ್ಕಿರು. ಆಯತುಲ್ಲಹುಂ ಅಂಗಗುಲ್ಲಂತೆ ಬೆಲಿಯವರು ದೃಷ್ಟಾಂತ, ಬೆಲಿಯವರು ನಿದರ್ಶನ ಇಟ್ಟಿಕ್ಕಿರು. ಬೆಲಿಯ ಚಿಂತನಾಕುಗುಲ್ಲಂತೆ അത്ഭുതമായ ഒരു കാര്യം ഇട്ടിക്കിരുന്നേ. അന്ന ഹമൽന ദുർരിയതഹും, അങ്ങനെ സന്താന പരമ്പരയുടെ മനുഷ്യ സന്താനത്തെ, മനുഷ്യ സന്തതിരെ നങ്ങ പുറത്തുപോയിട്ടുള്ള ഫിൽ ഫുൽക്കിൽ മഷ്ഹൂൻ, നിറഞ്ഞിട്ടുള്ളങ്ങനത്തെ കപ്പലുലു, ലോഡായിട്ടുള്ളങ്ങനത്തെ സാമാനുಗಳ ലോഡായിട്ട് നിറഞ്ഞു നിണ്ടങ്ങനത്തെ കപ്പലുലു മനുഷ്യ വംശത്തെ നങ്ങ പുറത്തോട്ട് പോണ്ട ചൊല്ലത് ചിന്തനാക്കുകങ്ങനത്തെ വലിയ അദ്ഭുതമായ ഒരു കാര്യമായിട്ടിട്ടാണ് അല്ലാഹു ചൊല്ലെ. കടലില് കപ്പലുടെ സഞ്ചാര വളരെ അത്ഭുതകരമായ ഒരു സംഗതിയാണ്. ഒരു മരത്തിൽ നിന്നിട്ട അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാമാനിൽ നിന്നിട്ട് ഉണ്ടാക്കിയ അങ്ങനത്തെ ഒരു സാധനം, അത് മുങ്ങാത്ത രൂപത്തിൽ എത്ര സാമാനത്രമാ നൊറച്ചെന്നെങ്കും, എത്ര ലക്ഷഗട്ടലെ സാമാനുങ്ങ നൊറച്ചിട്ട് അതിൽ ആയിരഗട്ടലെ മനുഷ്യന്മാരിന്നിട്ട് ഒരു നിലക്കും വലിയൊരു സംരക്ഷണ ഇല്ലാത്ത രൂപത്തിൽ അപ്പറ ഇപ്പറ ആടിയോണ്ടുള്ളങ്ങനത്തെ തന്നിരടല് കപ്പലുങ്ങ ഇങ്ങനെ മുന്നോട്ട് പോണ്ടത് ചൊല്ലത്. ആ കപ്പലുങ്ങ സുരക്ഷിതമായിട്ട് അതരതായ ജാഗത്ത് എത്തുന്നത് അത് വലിയ ഒരു അത്ഭുതകരമായ കാര്യം ഏറ്റിക്കരുത്. പണ്ടിൽ പിന്നമേ മനുഷ്യയുടെ സ്റ്റാർട്ടിങ് പിടിച്ചിട്ട് ഉള്ളങ്ങനത്തെ ഒരു വാഹന ഇട്ടിക്കര് കപ്പല് ചൊല്ലത്. ബാക്കിയുള്ള വാഹനങ്ങളുടെ കൂട്ടത്തില് സേഫ്റ്റി കൊറോടിയായിട്ടുള്ള യാറ പേടി ഉണ്ടാക്കണങ്ങനത്തെ ഒരു വാഹനം കൂടി ഇട്ടിക്കര് കപ്പോലു. അപ്പൊ ആ കപ്പലു കടലില് സുരക്ഷിതമായിട്ട് സഞ്ചാരാവുന്നത് അത് മനുഷ്യന്മാരായ ഞങ്ങളെ സാമർത്ഥ്യം കൊണ്ടിട്ട, ഞങ്ങ ഉണ്ടാക്കി ഇങ്ങനത്തെ ടെക്നോളജി കൊണ്ടിട്ട അല്ല, അത് അല്ലാഹു തആലയാണ് അതിരെ സുരക്ഷിതമായിട്ട് സഞ്ചാരാക്കാട്ടിയോണ്ടുള്ളേട്ടാണ് അല്ലാഹു തആല ചൊല്ലില്ലേ. ഖുർആന്റെ പിന്നൊരു ജാഗത്തിൽ അല്ലാഹു തആല ചൊല്ല, അലം തറ അന്നൽ ഫുൽക തജ്രി ഫിൽ ബഹ്രി ബിനിഅമത്തില്ലാഹ്. ഓ മനുഷ്യ, നീന് ചിന്തിക്കില്ലേ, നീനൊന്ന് നോക്കില്ലേ, വീക്ഷണാക്കില്ലേ, കടലില് കപ്പലു അല്ലാഹു തആലയുടെ അനുഗ്രഹം കൊണ്ടിട്ട് അത് സഞ്ചാരാക്കിക്കൊണ്ടുണ്ട് കപ്പലു.
അത് വലിയൊരു അത്ഭുതകരമായ കാര്യമായിട്ടിക്കറി നിക്ക് ചിന്തനാക്കുള്ള കാര്യമായിട്ടിക്കറിണ്ട് അള്ളാഹു താല ചൊന്നിട്ടില്ല. വലഹുൽ ജവാരിൽ മുൻഷആതു ഫിൽ ബഹ്രി കല്ലഅലാം, വലിയ ഗുഡ്ഡയുടെ പോലത്തെ അങ്ങനത്തെ പർവ്വത സമാനമായിട്ടുള്ള അങ്ങനത്തെ കപ്പലുങ്ങ കടലിൽ സഞ്ചാരാക്കണത് ചൊല്ലത് അത്ഭുതകരമായ കാര്യമായിട്ടിക്കറ് എന്ന് ഒരായത്തിലും അള്ളാഹു താല ചൊന്നിട്ടില്ല. ഉമിൻ ആയാതിഹിൽ ജവാരി ഫിൽ ബഹ്രി കല്ലഅലാം ഇൻ യശഅ യുസ്കിനി റീഹ ഫയളലന റവാകിദ അലാ ലഹരി. ആ കപ്പലുങ്ങ പണ്ടത്തെ കപ്പലുങ്ങല്ല, പ്രധാനപ്പെട്ട അതിരെ സഞ്ചാരത്തിക്ക് പ്രധാനമായിട്ട് ആശ്രയിച്ചുകൊണ്ടിന്നെ കാത്തുങ്ങലായിട്ടിക്ക് പായക്കപ്പലുണ്ടു തല പണ്ടല്ല, കാത്തിര സഞ്ചാരം കൊണ്ടിട്ടാണ് അത് മുന്നോട്ട് നീങ്ങിയോണ്ടിന്നെ. ഇണ്ടത്തെ കപ്പലുകും കാത്ത് അതിരെ സഞ്ചാരത്തിക്ക് കാത്ത് വളരെ പ്രധാനപ്പെട്ട വിഷയത്തിക്ക് കാത്ത് അതിരെ സാമാന്യമായിട്ടുള്ള ദിക്ക് ഡയറക്ഷൻ മാത്രം ചേഞ്ച് ആക്കിയിട്ടെങ്കിൽ കപ്പലുമുക്ക് വലിയ നാശനഷ്ടവും അതുപോലെ വലിയ അപായം എതിർശനായിട്ടുമുണ്ട്. അപ്പൊ അള്ളാഹു താല ചൊല്ലെ ഈ യുസ്കിനി റിഹ, ആ കപ്പലുകുല്ലങ്ങനത്തെ കാത്രേ അള്ളാഹു താല മാത്ത് പിടിച്ചു വെച്ചാട്ടായെങ്കിൽ അതിരെ നിശ്ചലാക്കിയാട്ടായെങ്കിൽ, ആ കാത്ത് സാധാരണ അള്ളാഹു താല അതിരെ ഒരു സഞ്ചാരാക്പാട്ടി ഉണ്ടല്ലേ, അത് അപരിപര ചലനായിട്ടുണ്ടല്ലേ, ആ ചലനാവുടതിരെ അള്ളാഹു താല ഉറക്ക നിപ്പാട്ടിയണ്ടായെങ്കിൽ ഫയല്ലല്ല റവാക്കിദ അലാ ലഹരി, പിന്നെ കപ്പലു അത് ഉള്ള ജാഗത്തിലെ അത് സ്റ്റോപ്പായി പോണ്ടു, പിന്നെ അതற்கு മൂവാവുകാവലെ. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലികുല്ലി സുബ്ബാരിൻ ശകൂർ. ശുക്ര മനസ്സുള്ളങ്ങനത്തെ നന്ദിര മനസ്സുള്ള ആൽമാർക്ക് ഇതിൽ വലിയ അത്ഭുതകരമായ ചിന്തിക്കുക വലിയ അത്ഭുതകരമായ കാര്യങ്ങളുണ്ട്. അള്ളാഹുത്താലയാണ്, അള്ളാഹുത്താല അവന്റെ കുതിർത്ത് കൊണ്ടാണ് ഇതെല്ലാം നടത്തിക്കൊണ്ടുള്ളേട്ടാണ് അള്ളാഹുത്താല ചെന്നിട്ടില്ലേ. മനുഷ്യ വിചാരിക്കേണ്ട എന്തരേ നന്റെ സ്വന്തം കുതിരത്ത് കൊണ്ടാണ്, അല്ലെങ്കിൽ നാൻ ഉണ്ടാക്കിയ അങ്ങനത്തെ തന്ത്രജ്ഞാനങ്ങളെ കൊണ്ടാണ് ഇതെല്ലാം നടപ്പാട്ടിക്കൊണ്ടുള്ളേട്ട് വിചാരിക്കണ്ട. യഥാർത്ഥത്തിൽ ഈ കപ്പലുങ്ങ ഒട്രാസി അവിടതായിട്ടിക്കര അതിരെ സ്വാഭാവികമായിട്ടുള്ള ഒരു ഗുണ. പക്ഷേ അള്ളാഹു താല അതിരെ കൃത്യമായ രൂപത്തില് സഞ്ചാറാക്കപ്പെട്ടത് കൊണ്ടാണ് അത് കൃത്യമായ രൂപത്തില് അത് എത്തുനായ ഡെസ്റ്റിനേഷനിക്ക് എത്തുന്നതും അത് എത്തുനായ ജാഗത്തുകെല്ലാം എത്തുന്നതുണ്ടാണ് അള്ളാഹു താല ചൊല്ലെ. കൂടെ ആയത്തിൽ അള്ളാഹു താല ചൊന്നങ്ങനത്തെ വഹമൽ വായത്തുല്ലഹും അന്ന ഹമൽന ദുരിയത്തഹും, അങ്ങനെ സന്താനങ്ങളെ നങ്ങ കപ്പലിൽ ചുമന്നോട്ട് പോയിടാണ്ട് അള്ളാഹു താല ചൊന്നത് അത് നൂഹ് നബി അലൈഹിസ്സലാമുടെ കപ്പലായിട്ട് ചില മഹാന്മാർ ചൊന്നറാറ്. മനുഷ്യ വംശയുടെ ഭൂമിക്ക് വന്നൽ പിന്നെ മനുഷ്യ വന്നൽ പിന്നെ ഇടീ ലോകത്തമേ നാശ നശിപ്പിച്ചങ്ങനത്തെ ഒരു സംഭവമായിട്ട് നൂഹ് നബി അലൈഹിസ്സലാമുടെ കാലത്തുണ്ടായ മഹാപ്രളയ. ആ പ്രളയായാൽ പിന്നെ വലിയ പ്രളയം ഉണ്ടായാൽ പിന്നെ അണ്ട് ബാക്കിയായത് നൂഹ് നബി അലൈഹിസ്സലാമുടെ കപ്പലിലു പത്യങ്ങ മാത്രമായിട്ടിക്കലാറ്. അപ്പൊ ആ നൂഹ് നബി അലൈഹിസ്സലാമിലു പത്തി അണ്ടത്തെ ആൽമാറ് ഒരു ചുരുങ്ങിയ ഒരു 80 ആൽമാറ അത്ര ആൽമാറായിട്ടിന്നെങ്കും അങ്ങ ആ 80 ആൽമാറ് ചുമന്നത് വെറും 80 ആൽമാറ മാത്രല്ല, അങ്ങ അങ്ങനെ മുതലിന്നങ്ങനത്തെ കോട്യാനുഗട്ടലെ സന്താനങ്ങളെ ചുമന്നിട്ടാണ് അണ്ട് പോയത്. ആ കപ്പോലും അണ്ട് മാ തിന്നിട്ടില്ല ടാങ്ക്, ആ കപ്പോലും അണ്ട് അതൊരു സുരക്ഷിതമായിട്ട് ജാഗത്ത് അത് എത്തിയിട്ടില്ല അതിരെ പിന്നെ വന്നങ്ങനത്തെ കോട്യാനുഗട്ടലെ മനുഷ്യവംശ സമ്പൂർണമായിട്ട് നാശായി പോവാൻ. അപ്പൊ അതിരെ സൂചിപ്പിച്ചിട്ടാണ് അള്ളാഹു താല ചൊന്നെ അണ്ടത്തെ കപ്പോലുലു വെറും കൊറിയ ചില്ലറ മനുഷ്യന്മാർ മാത്രല്ല പോയത്, ആ മനുഷ്യന്മാരെ മുതലിന്നങ്ങനത്തെ ലക്ഷഗട്ടലെ കോട്യാനുഗട്ടലെ സന്താനങ്ങളെ ആണ് അള്ളാഹു താല ചുമന്നോണ്ട് പോയത്. ആ നൂഹ് നബി അലൈഹിസ്സലാമുടെ സന്താന പരമ്പരയിലല്ലേ ബാക്കിയുള്ള ലോകത്തുള്ള സർവ്വാൽമാറും പിന്നെ ഉണ്ടായിടെ. നൂഹ് നബി അലൈഹി ഇസ്ലാമുടെ സന്താന പരമ്പരയില്ല, മക്കളിൽ നിന്നിട്ടാണ്. അപ്പൊ അതും നിറഞ്ഞിട്ടുള്ള അങ്ങനത്തെ സാമാനങ്ങളെ കൊണ്ട് നിറഞ്ഞിട്ടുള്ള അങ്ങനത്തെ ഒരു കപ്പലുലു ആ മനുഷ്യന്മാരെ പുറത്തുകൊണ്ട് അള്ളാഹു താല പോണ്ടത് ചൊല്ലത് അള്ളാഹു താലയുടെ കുതിരത്തിരെ അള്ളാഹു താല എന്തുകും അള്ളാഹു കഴിവുണ്ടു, എന്തുകും സമർത്ഥനാണ് എന്നതുക്കുള്ള തെളിവാണ്.
വഖലഖനാ ലഹും മിൻ മിസ്ലിഹി മാ യർകബൂൻ. വെറും കപ്പല് മാത്രല്ല അല്ലാഹു തആല മനുഷ്യന്മാർക്കായിട്ട് ഉണ്ടാക്കി കൊടുത്തരേ. വഖലഖനാ ലഹും, ആ മനുഷ്യന്മാർക്കായിട്ട് ഞങ്ങൾ സൃഷ്ടിച്ചിറ മിൻ മിസ്ലിഹി കപ്പൽ പോലോത്തമേ വേറെ സംഗതികളെ മായർക്കബൂൻ അങ്ങു അതില് അങ്ങ സഞ്ചാറാക്കുകയുടു, യാത്രയാക്കുകയുടു, സഫറാക്കുകയുടു. മനുഷ്യന്മാര് സഫറാക്കുകയായിട്ട് കപ്പൽ പോലോത്തമേ എത്രമാ സാധനങ്ങൾ അല്ലാഹു തആല സൃഷ്ടിച്ചു തന്നിട്ടാണ് ചൊല്ലേ. പണ്ടത്തെ അറബിങ്ങ അങ്ങനെ സഞ്ചാരത്തുകായിട്ട് അങ്ങ് യൂസാക്കിയോണ്ടിന്നെ സഫീനത്തു സ്വഹറ, മറുഭൂമിയുടെ കപ്പലുണ്ട് അറിയപ്പെട്ട അങ്ങനത്തെ വണ്ടയുടെയും കുതിരയുടെയും ആയിട്ട് അള്ളാഹു താല ഞങ്ങളെ യാത്രക്ക് വേനായിട്ട് മൃഗങ്ങളെ അള്ളാഹു താല പടച്ചു തന്നറ. അതുപോലെ പുതിയ കാലത്തിൽ ഇഷ്ടം പോലെ പുതിയ പുതിയ വാഹനങ്ങൾ ഉണ്ടായിട്ടല്ലേ. അത് ഫ്ലൈറ്റ് ആവട്ടെ, ട്രെയിൻ ആവട്ടെ, ബാക്കിയുള്ള കാറുങ്ങ ബസ്സുങ്ങ എല്ലാം, ഇതെല്ലാം അള്ളാഹു താല ചൊല്ലേ നന്റെ കുതിരത്ത് കൊണ്ടാണ് ഇതെല്ലാം പഠിച്ചു തന്നരെ. അപ്പൊ ഒരു സംശയം വരൂ, ഇതെല്ലാം മനുഷ്യന്മാർ ഉണ്ടാക്കിയതല്ലേ, അള്ളാഹു അല്ലല്ലേ ഉണ്ടാക്കിയേ? കപ്പൽ പിടിച്ചിട്ട് ഈ ചൊന്ന എല്ലാ സാധനങ്ങൾ മനുഷ്യന്മാരല്ലേ ഉണ്ടാക്കിയേ? പക്ഷെ ചിന്തിച്ചു നോക്കൂ, മനുഷ്യയുടെ മനസ്സിൽ ആണ് ഫസ്റ്റ് അത് ഐഡിയ ഉണ്ടാവിടെ, ഒരു ഐഡിയ ഉണ്ടാവിടെ. ആ മനസ്സിനെ ഉണ്ടാക്കിയോണ്, ആ മനസ്സിൽ ഒരു ഐഡിയ ഉണ്ടായിട്ട് അതിനെ നടപ്പിലാക്കുക മനുഷ്യകുല്ല അങ്ങനത്തെ സാമർത്ഥ്യ കൊടുത്തോണ്. ഇതെല്ലാം അള്ളാഹുവാണ്. മനുഷ്യരെ സൃഷ്ടിച്ചത് അള്ളാഹു അല്ലേ? ആ മനുഷ്യന്റെ ബ്രെയിനിനെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. ആ മനുഷ്യന്റെ മനസ്സിനെ സൃഷ്ടിച്ചത് ഉണ്ടാക്കിയത് അള്ളാഹുവാണ്. ആ മനസ്സിൽ ഐഡിയ ഇട്ടുകൊടുത്തത് അള്ളാഹുവാണ്. ഏതുവരെ നോക്കൊരു നൂഹ് നബി അലൈഹിസ്സലാം കപ്പൽ ഉണ്ടാക്കുമ്പോ അള്ളാഹു താല ചൊന്നൊരു പലക്കൊണ്ടു, വസ്നഇൽ ഫുൽക ബിഅയുനിനാ വവഹ്യിനാ. ഓ നൂഹ്, നീന് കപ്പൽ ഉണ്ടാക്കണു ബിഅയുനിന, ഞങ്ങളെ നോട്ടത്തിൽ, ഞങ്ങളെ മേലുസ്തുവാരിലാണ് നീ കപ്പൽ ഉണ്ടാക്കണത്. വഹ്യിന, അതുപോലെ ഞങ്ങളെ ഡയറക്ഷൻ പ്രകാരാണ് നീന് കപ്പൽ ഉണ്ടാക്കണത്. അള്ളാഹു താല കൊടുത്തങ്ങനത്തെ നിർദ്ദേശന, അതുപോലെ ഡയറക്ഷനും അള്ളാഹു താല ചൊന്നു. അള്ളാഹുടെ ഒരു മാനേജ്മെന്റിലായിട്ട് അള്ളാഹു താലയുടെ ഉസ്തുവാരിലായിട്ട് നൂഹ് നബി അലൈഹിസ്സലാം കപ്പൽ ഉണ്ടാക്കി. അപ്പൊ എണ്ടും പുതിയ പുതിയ വാഹനങ്ങൾ ഉണ്ടാക്കിടങ്ങളെ മനസ്സിക്ക് ആ പിന്നെ അങ്ങനെ മനസ്സിക്ക് ഐഡിയ ഇട്ട് കൊടുക്കൂടെ. അങ്ങുക്ക് അതുക്ക് വേണായ ഡയറക്ഷൻ എല്ലാം അള്ളാഹു താലാണ് കൊടുത്തോണ്ടില്ലേ, എല്ലാം അള്ളാഹുവാണ് ആക്കിക്കൊണ്ടില്ലേ. ഇത് പ്രത്യേകമായിട്ട് അള്ളാഹു താല ചൊന്നിട്ടില്ല. ഇങ്ങനത്തെതെല്ലാം അത്ഭുതകരമായ വാഹനങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി തന്നിട്ടില്ലേ. ആ വാഹനത്തിലെല്ലാം നിങ്ങൾ പോകുമ്പോ നിങ്ങൾ ബേരിക്കിടാറ് ഇതൊരു സാധാരണയായിട്ട് സാമാന്യമായിട്ട് ഇങ്ങനെയാണ് പോയോണ്ടില്ലേ, ഇങ്ങനെയാണ് പോണായത്. ഒരു ബസ് അതിങ്ങനെ അതൊരു ചക്രത്തിൽ ഇങ്ങനെ ഓടുമ്പോ ഡ്രൈവർ അതിന്റെ സ്റ്റിയറിംഗ് ഇങ്ങനെ തിരിക്കുമ്പോൾ അത് തിരിയതും, ഗിയർ ഇങ്ങനെ വലിക്കുമ്പോ അത് ചേഞ്ച് ആവുന്നതും, ബ്രേക്ക് ഇടുമ്പോ ബ്രേക്ക് ആവുന്നതും, ഇതെല്ലാം ഒരു സാധാരണയായിട്ട് അതിലെ ഒരു ശൈലി അങ്ങനെ ഇട്ടിക്കറ്. അതുകൊണ്ടിട്ടാണ് അതെല്ലാം ആയോണ്ടില്ലേ എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. പക്ഷേ അള്ളാഹു താല ചൊന്നിട്ടില്ല, അങ്ങനെയല്ല. ഒരു ബ്രേക്ക് ഇടുമ്പോ ബ്രേക്ക് ആവുന്നത് അത് ആ ഡ്രൈവർ തെച്ചോണ്ട് ഒരു സാധനത്തെ ഇങ്ങനെ ചവിട്ടിയത് കൊണ്ട് മാത്രമല്ല, അള്ളാഹുവാണ് അവിടെ നിപ്പാട്ട്. ഓരോ ടൈമിൽ അള്ളാഹു താല കൺട്രോൾ ആക്കിയോണ്ടില്ല. നിങ്ങൾക്കത് സാമാന്യ രൂപത്തിൽ കാണും, നിങ്ങൾക്കത് സാധാരണ ഓട്ടോമാറ്റിക് ആയിട്ട് നടന്നതുപോലെ കാണും. ആ സാധനം ഒറ്റത് കൊണ്ടാണ് ആ ഗാഡി നിന്റേണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. പക്ഷെ അള്ളാഹുവാണ് അത് നിപ്പാട്ടിയോണ്ടില്ല. അള്ളാഹുടെ കുതിരത്ത് കൊണ്ട്, അള്ളാഹു താലയുടെ സാമർത്ഥ്യം കൊണ്ടിട്ടാണ് അത് നിപ്പാട്ടിയോണ്ടില്ല. വേണമെങ്കിൽ അള്ളാഹു താലകു ആ സാധനം ഒറ്റെങ്കും നിപ്പാട്ടാത്ത രൂപത്തിൽ ആക്കുക അള്ളാഹുടെ കൊണ്ട് സാധ്യമുണ്ട്. അപ്പൊ ഇതെല്ലാം മനുഷ്യ ചിന്തിക്കണു. ഇത്തരെല്ലാം ഈ രൂപത്തിലെല്ലാം അള്ളാഹു താലയുടെ അത്ഭുതകരമായ കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് മനുഷ്യ ചിന്തിക്കുകയായിട്ടാണ്. അതാ നെക്സ്റ്റ് അള്ളാഹു താല ചൊന്നോണ്ടുള്ള നുഗ്രിഖുഹും ഫലാ സ്വരീഖ ലഹും വലാ ഹും യുൻഖദൂൻ. നങ്ങ മാത്ത് ബിയാർച്ചാൻ ടാങ്ക് നുഗ്രിഖുഹും വൈന്നശ നങ്ങ ബിയാർച്ചാൻ ടാങ്ക് നുഗ്രിഖുഹും. ആ കപ്പല്ലു ಸಂಚಾರಕಡಂಗಂತೆ ಮನುಷ್ಯನ್ಮಾರೆ ನಗು ಮುಕ್ಕೊಗಾವುಡು, ನಂಗ ಮುಕ್ಕಂತ പിടിച്ച് കടലിൽ മുക്കി വിടാന്ത. അങ്ങനെ മുക്കിയിട്ടെങ്കിൽ ഫലാ സ്വരീഖലഹും, പിന്നെ അങ്ങനെ ബൊബ്ബെ കേക്കു ആൽമാരിക്കാലെ കടലിന്റെ ആഴത്തിൽ ഇങ്ങനെ ആ ഉൽഗത്തെ ചിമ്മക്ക് ആഴത്ത് പോയിട്ടെങ്കിൽ പിന്നെ ആരാണ് ഔട്ര ബൊബ്ബെ കേക്കു, മുങ്ങിയോണ്ടുള്ള മനുഷ്യരുടെ ബൊബ്ബെ ആരാണ് കേക്കു. വലാ യുൻഖദൂൻ,
പിന്നെ അങ്ങനെ ബച്ചാവാക്കുക ആൽമാറിക്കാലാന്ത് കപ്പല് സഞ്ചാറാക്കും. കപ്പൽ ഇങ്ങനെ ചലനാവുമ്പോ കപ്പലിൽ പോകുമ്പോ മനുഷ്യ വിചാരിക്കണം അവന്റെ ടെക്നോളജി കൊണ്ടിട്ടാണ് ഇത് പോയോണ്ടുള്ളേട്ട്. അള്ളാഹു ചൊന്നോണ്ടുള്ള അല്ല അല്ല അള്ളാഹു ആണ് അതുക്കുള്ള വ്യവസ്ഥകളിലാക്കിയോണ്ടുള്ളേ. അതുക്ക് വേണായ കപ്പലു സുരക്ഷിതമായ രൂപത്തില് ചലനാവുക വേണായ വ്യവസ്ഥ അള്ളാഹു ആണ് ആക്കിയോണ്ടുള്ളേ. അള്ളാഹു വേണമെങ്കിൽ വിചാരിച്ചെങ്കിൽ എന്താക്ക ആ വലിയ കടലിന്റെ നടുല് വെച്ചിട്ട് മനുഷ്യരെ പിടിച്ചു വേണമെങ്കിൽ മുക്ക. അങ്ങനെ മുക്കിണ്ടായെങ്കിൽ പിന്നെ അവന്റെ ബൊബ്ബ കേൾക്കുക, അവന്റെ രക്ഷപ്പെടുത്തുക ആറുമിക്കാലെ. നിങ്ങൾ നോക്കൂറു വലിയ ടെക്നോളജിക്കൽ എല്ലാ സംവിധാനങ്ങ ടെക്നോളജിക്കൽ ആയിട്ടുള്ള തന്ത്രജ്ഞാനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങ യൂസ് ആക്കിയിട്ട് ഉണ്ടാക്കി ഇങ്ങനത്തെ ഒരു വലിയ കപ്പലായിട്ടല്ലേ ടൈറ്റാനിക് കപ്പൽ. അതിരെ അതുണ്ടാക്കിയപ്പോ വലിയ ചാലഞ്ച് ഇട്ടാർ. ഇതൊരിക്കലും ഒരു ദേവറ കൊണ്ടിട്ടും ഒരു ദൈവട കൊണ്ടിട്ടും ഒരു ഗോഡറ കൊണ്ടിട്ടും ഇതിനെ തകർക്കുകാവാലെ, ഇതിലൊരിക്കലും മുക്കുകാവാലെ, ഇതിലൊരിക്കലും നാശാക്കുക ഒരാളെ കൊണ്ടും സാധ്യല്ല എന്ന് രൂപത്തില് വലിയ ചാലഞ്ച് ഇട്ടാർ, സവാലാക്കിയാർ. പക്ഷേ അതിരെ ഫസ്റ്റ് ജർണിയിലെ അള്ളാഹു താല അതിരെ മുക്കിബുട്ട ചെന്നെങ്കിൽ അലക്ക അതിരെ പത്തമി കിട്ടാത്ത രൂപത്തിൽ മുക്കിബുട്ട. പിന്നെ എത്ര വർഷ കഴിഞ്ഞിട്ടാണ് അതിരെ ഒരു പൂലുങ്ങല്ല മനുഷ്യന്മാർ കണ്ടെത്തിയ എന്ന് മാത്രല്ല അതിരെ കാണുക പോയങ്ങനത്തെ ആൽമാരെയും വളരെ നല്ല സുരക്ഷിത ചൊന്നിട്ടു പോയങ്ങനത്തെ ആൽമാരെയും അള്ളാഹു താല മുക്കില്ലേ. ഇപ്പുറത്തേക്ക് ഒരു പ്രത്യേകമായ വാഹനത്തിൽ പോയങ്ങനത്തെ നാലഞ്ചാളുടെ അള്ളാഹു താല മുക്കില്ലേ. ഇതാണ് അള്ളാഹു താല ചൊല്ലി. അള്ളാഹു താല ഉദ്ദേശിച്ചെങ്കിൽ എങ്ങനത്തെ തന്ത്രജ്ഞാനെല്ലാം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ചാലഞ്ച് ചെയ്തൊരു പക്ഷേ അതിരെ ആ തന്ത്രജ്ഞാനെല്ലാം പൊളിക്കുകയും അതിരെ അസ്തവ്യസ്തല്ല ആക്കുകയും അള്ളാഹുടെ കൊണ്ട് സാധ്യത. കാരണം ಅವನಾണ് ನಿಂಗೂ ಇದು ಪಡಿಪಾಟಿರೆ ಆ ಪಡಿಪಾಟಿ ಅವನಿಗೂ ಇದ್ರೆ ಎಂದ್ರಾಕೊಂಡು ಗೊಂತಿಲ್ಲ. അപ്പ അതാണ് പിന്നെ ഇതെല്ലാം കൃത്യമായിട്ട് ഇങ്ങനെ നീങ്ങിയിട്ടുള്ള എന്തേ ഈ വാഹനങ്ങൾ കപ്പലടക്കമുള്ള വാഹനങ്ങളിലെ കൃത്യമായിട്ട് ഇങ്ങനെ മനുഷ്യന്മാർ നന്ദി കെട്ട മനുഷ്യന്മാരായി പോയെങ്കും അള്ളാഹു ഇല്ല ചൊല്ലിയ മനുഷ്യന്മാരും ആ കപ്പലിൽ പോകുമ്പോ കപ്പൽ പോലത്തെ അങ്ങനത്തെ വാഹനത്തിലെല്ലാം പോകുമ്പോ എന്തുകൊണ്ടാണത് കൃത്യമായിട്ട് പോയോണ്ടില്ല? അള്ളാഹു താല എന്തുകൊണ്ട് മുഖ്യോണ്ടില്ല ഈ കപ്പലിന്റെ ഈ വാഹനത്തല്ല എന്തുകൊണ്ട് അള്ളാഹു താല നശിപ്പിച്ചോണ്ടില്ല? അത് ഇല്ല റഹ്മത്തം മിന്ന, അത് ഞങ്ങളെ കിർഫ കൊണ്ട് മാത്രമായിട്ട് ഞങ്ങളെ ഭാഗത്തിൽ നിന്നുള്ള കിർഫ മാത്രാണ്. നിങ്ങളിട്ടുള്ള ഒരു കിർഫ, നിങ്ങളിട്ടുള്ള ഒരു പിർസ, നന്റെ അടിമങ്ങല്ലേ, നന്റെ ഇബാദല്ലേ എന്ന നിലക്കാണ് ഇതെല്ലാം നാണ് നിങ്ങൾക്ക് കൃത്യമായ രൂപത്തിൽ സുരക്ഷിതമായ രൂപത്തിലെല്ലാം ആക്കിയോണ്ടുള്ളേ. അതുപോലെ നന്റെ അനുസരിക്കട ആൾമാരട്ടെ ഇതൊരു കിർഫായിട്ടിരിക്കുന്നക്ക് നന്റെ അനുസരിച്ചിട്ട് ഈ ഗാഡിങ്ങളിൽ ഈ വാഹനങ്ങളിൽ യാത്ര ആക്കണങ്ങൊട്ടിಗೆ ഒരു കിർഫത്തിലാണ് നാൻ അങ്ങു ഇതെല്ലാം വ്യവസ്ഥ ആക്കിയോണ്ടുള്ളേ. അതുപോലെ നന്റെ അനുസരിക്കാത്തങ്ങുള്ളാറല്ലേ, നാൻ ചൊന്നപോലെ കേൾക്കാത്തങ്ങുള്ളാറ്, നന്റെ മേ നാൻ ഇല്ലാന്ന് ചൊല്ലങ്ങുള്ളാറ്. അങ്ങനത്തെ അങ്ങ് എന്തുകൊണ്ടാണ് ഞാൻ ഇതിൽ വ്യവസ്ഥ ആക്കിയോണ്ടില്ലേ? ഈ രൂപത്തിൽ ഞാൻ അങ്ങ് സുരക്ഷിതമായിട്ട് അങ്ങനെ ജാഗ്രതകളിൽ എത്തുപാട്ടിയോണ്ടില്ലേ? അത് അങ്ങ ഒരു ടൈം തോല, ഒരു നിശ്ചിതമായ ഒരു അവധി തോല അങ്ങ അതിൽ എൻജോയ് ആക്കട്ടിട്ട് ഞാൻ അങ്ങനെ വിട്ടോണ്ടില്ലേ. അങ്ങ അതിൽ ആസ്വദിക്കട്ട്, യൂസ് ആക്കട്ട്. ഒരു ചെറിയൊരു ടൈമല്ലേ, ഒരു ചെറിയ കാലാവധിയല്ലേ ഇങ്ങെല്ലാം ഉള്ളേ. ഒരു 60 വർഷമാ 70 വർഷമാ ഒരു ചെറിയൊരു അവധിയാണ് ഈ മനുഷ്യന്മാർക്കെല്ലാം ഉള്ളേ. അപ്പൊ അത്രത്തോളം അങ്ങ് യൂസ് ആക്കട്ട് എന്ന രൂപത്തിൽ നാൻ വിട്ടുവിട്ടങ്ങനെ. അതുകൊണ്ടിട്ടാണ് അങ്ങ് ഇതിലെല്ലാം സുരക്ഷിതമായ രൂപത്തിൽ യാത്ര ആയോണ്ടില്ലേ. അപ്പൊ ഈ വാഹനങ്ങ യഥാർത്ഥത്തിൽ വാഹനങ്ങ എന്തികാണ് മനുഷ്യക്ക് അകത്തില്ലേ? മനുഷ്യരുടെ ജീവനത്തിന് അകത്തില്ല അങ്ങനത്തെ റിസ്ക് ബേനായിട്ടാണ് മനുഷ്യക്ക് ഈ വാഹനം അകത്തില്ല അല്ലെ. റിസ്ക് തേടകുബേനായിട്ടാണ് മനുഷ്യ കപ്പൽ യാത്രയും ഫ്ലൈറ്റിലുള്ള യാത്രയും അല്ലാത്ത യാത്രയല്ല മനുഷ്യ പ്രധാനമായിട്ടാക്കടെ.
പ്രധാനപ്പെട്ട മനുഷ്യക്ക് ഇതുകൊണ്ടുള്ള യൂസ് റിസ്ക്കാണ്. റിസ്ക് തേടിയോണ്ട് റിസ്ക് വേനായിട്ടുള്ള അപ്പറിപ്പറ സാമാനുകം പോകും, സാമാൻ എത്തുപാട്ടോകും, ഇതൊക്കെ വേനായിട്ടുള്ള വ്യവസ്ഥയാണ്. അപ്പൊ റിസ്കിടെ വ്യവസ്ഥനാണ് നിങ്ങൾക്ക് ആക്കി തന്നിട്ടാണ് യഥാർത്ഥത്തിൽ അള്ളാഹു താലോട് ചെന്നിട്ടില്ലേ. നിങ്ങളെ ജീവനാധാരത്തിന് വേനായിട്ടുള്ള അങ്ങനത്തെ പ്രധാന അതുക്കുള്ള മാർഗമായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ സാരിക വ്യവസ്ഥ അത് ഞാൻ ഇത്ര ചന്തത്തിൽ നിങ്ങൾക്ക് ആക്കി തന്നരേ. അത്ഭുതകരമായ ರೂಪತ್ಲಾನ ನಾನು ಅದರೆಲ್ಲ ಹಾಕಿದಂದ್ರೆ ನೋಕೋರು ನಿಂಗ ಕಪ್ಪಲು ಮಾತಿಲ್ಲ ಇಂಡುകും കപ്പൽ എത്ര യൂസ് ആണ്. ആ കപ്പലിലാണ് വലിയ വലിയ സാമാനുങ്ങ ഒരു ദേശത്തിൽ നിന്ന് പിന്നൊരു ദേശത്തേക്കെല്ലാം ട്രാൻസ്ഫർ ആവുടെ. ഫ്ലൈറ്റ് കണ്ടുപിടിക്കുന്ന മുന്നോലു കപ്പಲು മനുഷ്യകുല്ലെ പ്രധാനപ്പെട്ട അന്താരാഷ്ട്രീയ പ്രയാണത്തുകുല്ലെ മനുഷ്യരുടെ പ്രധാനപ്പെട്ട ഒരു മാർഗമായിട്ട് കപ്പൽ. ഫ്ലൈറ്റ് കണ്ടുപിടിച്ചിട്ടും മനുഷ്യരുടെ പല നമത്തിലുള്ള വലിയ വലിയ സാമാനുകൾ എത്തപാട്ടുകൊള്ളങ്ങനത്തെ ഒരു പ്രധാനപ്പെട്ട വേയാണ്. ആ അപായകാരിയായ അങ്ങനത്തെ കടലില് അള്ളാഹു താല ഈ ചെറിയ പലകങ്ങളെല്ലാം കൂട്ടിയിട്ടുള്ള അങ്ങനത്തെ അതാണ് അള്ളാഹു ഖുർആൻ ചൊല്ലുന്നുണ്ട്, വഹമൽനാഹു അലാ ദാത്തി അൽവാഹിം വദുസുർ. ഒരു കൊറിയ പലകയും കൊറിയ ആണി കൂടി അങ്ങനത്തെ ഒരു സാധനത്തിൽ അങ്ങനെ പുറത്തോണ്ട് പോയിട്ടുള്ള അത്ഭുതമാണ്. പണ്ടത്തെ ധോണിങ്ങ കപ്പലുങ്ങ ചൊല്ലത് വലിയ അത്ഭുതമാണ്. കാരണം ചെറിയ പലക കൂടിയത് ആ പലകയുടെ അപ്പറ കൂട്ടുപാട്ട് പോയിട്ട് ആണിയുള്ള ഒരു സാധനത്തില് അള്ളാഹു താല ഇങ്ങനെ പുറത്തോണ്ട് പോയോണ്ടുള്ള അള്ളാഹുവാണ് ഇതെല്ലാം ഞങ്ങളെ പുറത്തോണ്ട് പോകേണ്ട ഏതില് കടലില്. അത് ചിന്തിച്ചിട്ട് അള്ളാഹു താലയുടെ നിങ്ങൾ അംഗീകരിക്കും, അള്ളാഹുടെ കുദ്റത്ത് അംഗീകരിക്കൊണ്ടിട്ടാണ് അള്ളാഹു നോക്കി. وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون. ഇനി അള്ളാഹു ചൊല്ലെ മൂന്ന് പ്രധാനപ്പെട്ട ദൃഷ്ടാന്തങ്ങൾ, മൂന്ന് പ്രധാനപ്പെട്ട അത്ഭുതകരമായ സംഗതികളാണ് നിങ്ങൾ മുന്നിൽ വെച്ചിരെ. വണങ്ങിപ്പോയ അങ്ങനത്തെ ഭൂമിയിലെ ജീവിപ്പിക്കേണ്ട വിഷയ. അതുപോലെ ജാവും പോളിന്റെ നിരന്തരമായിട്ടുള്ള ഈ ബദലാവണയും ആകാശലോകത്തുള്ള ഗോളങ്ങൾ ആ സഞ്ചാരങ്ങ, അതുപോലെ നിങ്ങകു പ്രധാനമായിട്ട് അകത്തുകൾ അങ്ങനത്തെ വാഹനത്തെ അത്ഭുതകരമായ സഞ്ചാരങ്ങ, ഇതെല്ലാം നിങ്ങൾക്ക് ചിന്തിക്കുക നിങ്ങൾ മുന്നിൽ വെച്ച ഇതെല്ലാം വെച്ചിട്ട് ഇനി ചൊല്ലുകൊല്ലത് നിങ്ങളിട്ട ചൊല്ലുകൊല്ല ഒരു സജഷൻ, ഒരു സലഹയാണ്. എന്തേ വൈദാ ഖീലലഹും അങ്ങൾട്ട ചൊന്നേട്ടായെങ്കിൽ ഇത്തഖൂ മാ ബൈന അയ്ദീകും വമാ ഖൽഫക്കും, നിങ്ങളെ മുതലുള്ളതിനും നിങ്ങളെ പെറലുള്ളതിനെയും നിങ്ങൾ ജാഗ്രത ആക്കൊറൂ. ഇതാണ് ചൊല്ലുകൊല്ല അള്ളാഹു ഞങ്ങൾട്ട. ഇതെല്ലാം ഈ ആയത്തുങ്ങളെ മുന്നിൽ വെച്ചിട്ട് അള്ളാഹു ചൊല്ലുകൊണ്ടേ ഇത്തഖൂ മാ ബൈന അയ്ദീകും വമാ ഖൽഫക്കും, നിങ്ങളെ മുതലുള്ളതും നിങ്ങളെ പെറലുള്ളതും നിങ്ങൾ ജാഗ്രത ആക്കൊറൂ. എന്തിര് മുതലുള്ള എന്തിരെ പെറലുള്ള എന്തിരെ പല വ്യാഖ്യാനങ്ങൾ കൊടുത്തിറാറ് മഹാന്മാർ. മുന്നൊല്ലെന്തെങ്കിൽ ഒന്ന് ആഖിറ, ഞങ്ങളെ മുന്നൽ ഫ്യൂച്ചറിൽ പ്രധാനമായിട്ട് പറകുള്ളത് ആഖിറാണല്ലേ, ആ ആഖിറത്തെ ജാഗ്രത ആക്കൊറൂ. പെറലുള്ളത് ഞങ്ങളെ ദുനിയാവുടെ കാര്യം നിങ്ങൾ ജാഗ്രത ആക്കൊറൂ. ദുനിയാവുടെ കാര്യം ജാഗ്രത ആക്കും. ദുനിയാവുൽ അള്ളാഹു തആല നിങ്ങളെ ശിക്ഷിക്കുന്നതിനെയും ആഖിറത്തിൽ നിങ്ങളെ ശിക്ഷിക്കുന്നതിനെയും ಬಗ್ಗೆ നിങ്ങൾക്കൊരു ജാഗ്രത ഇക്കട്ട്, ಅದರ ಬಗ್ಗೆ നിങ്ങൾക്ക് എച്ചരിക്ക ഇക്കട്ട് എന്നാണ് ഒരർത്ഥം. അപ്പൊ ഇതെല്ലാം നാ ഇങ്ങനെയുള്ള കാട്ടിയോണ്ടല്ലേ ഈ ഒരു ഉപദേശം നിങ്ങൾക്ക് തരകുബേനായിട്ടാണ്. ആഖിറത്തെ ശിക്ഷയുടെയും ദുനിയാവുൽ അല്ലാഹു തആല ശിക്ഷിക്കുന്നതിರ ಬಗ್ಗೆ നിങ്ങൾക്ക് ജാഗ്രത ഇക്കട്ട്, ഒരു എച്ചരിക്ക ഇക്കട്ട്, ആ എച്ചരിക്കയുടെ ബോധ ഇക്കട്ട് നിങ്ങൾക്ക്. പിന്നെ വേറൊരു വ്യാഖ്യാന ഇത്തഖൂ മാ ബൈന അയ്ദീകും വമാ ഖൽഫക്കും ചൊന്നെങ്കിൽ നിങ്ങളെ മുന്നോലു ഈ സൂറത്ത് യാസീനിൽ വന്നൊരു ആയത്തായിട്ടിന്തു വനക്തുബു മാ ഖദ്ദമു വ ആസാറഹും, മനുഷ്യന്മാര് ആക്കിടങ്ങനത്തെ പ്രവർത്തനങ്ങളെയും ബാക്കി വെച്ചു പോണ്ടങ്ങനത്തെ കാര്യങ്ങളെയും അങ്ങനെ പ്രവർത്തനത്തെ ഫലമായിട്ട് ബാക്കി വെച്ചു പോണ്ട കാര്യത്തെയും എഴുതി വയ്ക്കിട, ഇതൊരു നോട്ടാക്കി വയ്ക്കിടാണ്ട് അള്ളാഹു താല ചൊന്നിട്ടുന്ന. അപ്പൊ മുന്നോട്ട് ഉപയോഗിക്കണങ്ങനത്തെ നിങ്ങ ഇപ്പൊ നിലവിൽ ലൈവായിട്ട് ആക്കിക്കൊണ്ടുള്ള പ്രവർത്തനം കൊണ്ടു അതിര ബഗ്ഗെയും ജാഗ്രത ആക്കറൂ. അത് അള്ളാഹു താല ചൊന്നതുപോലെ മാത്രം ഇക്കട്ട്. ഒമാ ഖൽഫക്കും, അതുപോലെ നിങ്ങളെ പ്രവർത്തനത്തെ ഫലമായിട്ട് വെച്ചുപോണ്ട പല കാര്യം കൊണ്ടു നിങ്ങളെ സന്താനങ്ങളെ ഇവിടെ വെച്ചുകൊണ്ടാർ. അതുപോലെ എന്തെങ്കിലും ഒരു
സാമൂഹികമായിട്ടുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് എല്ലാം ആക്കിയിട്ട് നിങ്ങൾ അതിരെ ഫലം നിങ്ങൾ ഇവിടെ വെച്ചുകൊണ്ടാറ് നിങ്ങളെ പലക്ക കൊണ്ടുണ്ടാക്കിയ പല ഫലങ്ങളുണ്ട് അല്ലെ. ചിലപ്പോ ഒരു പലക്ക കൊണ്ടിട്ട് നിങ്ങൾ ഒരു കുടുംബ സംബന്ധത്തെ നിങ്ങൾ ചിലപ്പോ ചേർത്തിട്ടിക്കുവാറ്, അല്ലെങ്കിൽ ഒരു പലക്ക കൊണ്ടിട്ട് നിങ്ങളെ കുടുംബ സംബന്ധം നിങ്ങൾ മുറിച്ചിട്ടിക്കുവാറ്. അത് നിങ്ങൾ ബാക്കി വെച്ചു പോകണ്ട അങ്ങനത്തെ ഒരു കാര്യമായിട്ടിക്കറ്. നിങ്ങളെ പലക്ക കൊണ്ട് ഒരാളുടെ മനസ്സ് വല്ലാതെ നൊമ്പലാക്കി പോയിട്ടിക്കുവാറ്, അതും നിങ്ങൾ ബാക്കി വെച്ചു പോകേണ്ട കാര്യമായിട്ടിക്കറ്. ഇങ്ങനെ നിങ്ങ ഇപ്പ പ്രസന്റ് ആയിട്ട് നിങ്ങൾ ആക്കിക്കൊണ്ടുള്ള പ്രവർത്തനം കൊണ്ട് നിങ്ങൾ ബാക്കി വെച്ചു പോകേണ്ട കാര്യമുണ്ട്. ಇದರ ಬಗ್ಗೆ ಜನರ ಬಗ್ಗೆയും നിങ്ങൾക്ക് ಜಾಗೃತಿക്കട്ട് എച്ചരിക്കട്ട് ഓരോ പ്രവർത്തനം ആക്കുമ്പോ ബോധത്തോടു കൂടെ നിങ്ങൾ ആക്കൊരു എന്നൊരു ഉപദേശമാണ് അള്ളാഹു താല തറവുല്ലേ. തഖൂ മാ ബൈന ഐദീകും വമാ ഖൽഫകും. പിന്നൊരു വ്യാഖ്യാനം ഇത് കൊടുത്തരേ, ഇത്തഖൂ മാ ബൈന ഐദീകും. നിങ്ങൾ അള്ളാഹു താല ഇപ്പൊ ഇത്രത്തോല ഞങ്ങളെ ചിന്തിപ്പിക്കുകയായിട്ട് രണ്ട് കാര്യമാണ് അള്ളാഹു താല ചൊന്നരെ. ഒന്നും ചരിത്രയിൽ നിന്ന് ഹിസ്റ്ററിയിൽ നിന്നിട്ട് ഒരു കാര്യം എടുത്തിട്ട് അള്ളാഹു താല ചൊന്ന അല്ലെ. അസ്ഹാബുൽ ഖറിയത്തിരെ ഒരു റായത്തെ ആൽമാരെ ಹಿಸ್ಟ್ರಿ ಚೊಂದಿಟ್ಟು ಅವ್ರೆ ಕತೆ ಚೊಂದಿಟ್ಟು ಆ ರಾಯತ್ತ ಆಲ್ಮಾರ ಮುಟ್ಟ ಮುರ್ಸಲಿಂಗ ಬಂದಪ್ಪ അങ്ങ ആ മുർസലിങ്ങളൊട്ടിಗೆ കാട്ടിയങ്ങനത്തെ പിന്നെ അങ്ങ മുർസലിങ്ങളൊട്ടിಗೆ റിപ്ലൈ ആക്കിയതും അവസാനമായിട്ട് അങ്ങ് നശിച്ചു പോയതും ഇതെല്ലാം ചരിത്രയിൽ നിന്നൊരു വലിയൊരു അള്ളാഹു താല ഞങ്ങളെ മുന്നിൽ വെച്ച. അതുപോലെ പിന്നെ അതേപോലെ അള്ളാഹു താല നിലവിൽ ഞങ്ങളെ മുന്നിൽ കാണുക അങ്ങനത്തെ ഒരു 3 വലിയ ദൃഷ്ടാന്തങ്ങൾ ഞങ്ങളെ മുന്നിൽ വെച്ച. പ്രസന്റിലുള്ള അങ്ങനത്തെ വലിയ വലിയ പാഠങ്ങൾ ഞങ്ങളെ മുന്നിൽ വെച്ച അല്ലെ. ആയത്തുല്ലഹും ചൊന്നിട്ടു 3 പാഠങ്ങൾ, അത് പ്രസന്റിലുള്ള പാഠങ്ങളാണ്. അപ്പൊ പാസ്റ്റിൽ ഇന്ന പാഠങ്ങളും പ്രസന്റിൽ ഇന്ന പാഠങ്ങൾ, ഇത് രണ്ട് പാഠങ്ങളാണ്. രണ്ട് പ്രധാനപ്പെട്ട നമുക്ക് തിങ്കാക്കുള്ള അങ്ങനത്തെ നിദർശനങ്ങളാണ് അള്ളാഹു താല ഇതുവരെ ചൊന്നോട്ട് വന്നത്. അപ്പൊ ಅದ್ರ ಬಗ್ಗೆ നിങ്ങൾ ബോധവാന്മാരാകൂ, ಅದ್ರ ಬಗ್ಗೆ നിങ്ങൾക്ക് ബോധ ഇക്കട്ടിട്ടാണ് ഈ ആയത്തിൽ ചൊല്ലി ഇത്തഖൂ മാ ബൈന ഐദീകും. നിങ്ങളെ മുന്നിലുള്ള അങ്ങനത്തെ ഈ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് കാണുക അങ്ങനത്തെ ഇപ്പൊ നിങ്ങൾ പ്രസന്റില് കാണുക അങ്ങനത്തെ പല ദൃഷ്ടാന്തങ്ങൾ തെളിവുകളെല്ലാം ഉണ്ട്. ಅದ್ರ ബഗ്ಗೆയും ബോധ ഇക്കട്ട്. വമാ ഖൽഫക്കും, പണ്ട് നിങ്ങളെ മുന്നിൽ കഴിഞ്ഞു പോയ ആൽമാർ ചരിത്രയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടങ്ങനത്തെ പാഠങ്ങൾ, ಅದ್ರ ബഗ്ಗೆയും നിങ്ങൾ ബോധ ഇക്കട്ട് എന്ന് അങ്ങൾട്ടെ ചൊന്നെങ്കിൽ ഇതാ കീലലഹും അങ്ങൾട്ടെ ചൊന്നെങ്കിൽ അങ്ങൾട്ടെങ്കിൽ മനുഷ്യന്മാരട്ടെ ചൊന്നെങ്കിൽ ഇത്തഖൂ മാ ബൈന ഐദീകും വമാ ഖൽഫക്കും, നിങ്ങളെ മുന്നിലുള്ളതും നിങ്ങളെ പിറലുള്ളതിന്റെ ಬಗ್ಗೆ നിങ്ങൾക്ക് ബോധ ഇക്കട്ട് ജാഗ്രതയ്ക്കട്ട് ചൊന്നെങ്കിൽ എന്തിനാണ് ജാഗ്രത ലഅല്ലക്കും തുർഹമൂൻ. ഇതുകൊണ്ടിട്ടെന്തും നക്കെന്തും ഫായത കിട്ടകു പോണില്ല, നിങ്ങൾക്കാണ് ഫായത കിട്ടില്ല. ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് എന്തൊരു കിട്ടും, നിങ്ങൾക്ക് റഹ്മത്ത് കിട്ടകുബേനായിട്ട് നന്റെ ഭാഗത്തിൽ നിന്നൊരു സ്പെഷ്യൽ റഹ്മത്ത് കിട്ടകുബേനായിട്ട് നിങ്ങൾ ഇതെല്ലാം ആക്കുറവും ചൊന്നേണ്ടായെങ്കിൽ അങ്ങെന്താക്കിടാറ് അതിനെ നെഗ്ലെക്ട് ആക്കിടാറ്, ക്യാരെ ആക്കില്ലായിട്ടാണ് അള്ളാഹു താല ചൊന്നിട്ടില്ല. അതിരങ്ങ് ക്യാരെ ആക്കില്ല, അത് അള്ളാഹുടെ ചൊന്നിട്ടില്ല. ആ ക്യാരാക്കില്ലേ ചൊല്ല വിഷയം അള്ളാഹു ഈ ആയത്തിൽ ചൊന്നിട്ടില്ല. ചൊല്ലാത്ത കാരണം എന്തേ? അങ്ങനട്ട ഈ രൂപത്തിൽ ചൊന്നെങ്കിൽ ഇത്തഖൂ മാ ബൈന ഐദീകും വമാ ഖൽഫക്കും, നിങ്ങൾ മുന്നിലുള്ളതും പിറലുള്ളതെല്ലാം നിങ്ങൾ ജാഗ്രത ആക്കുറു ചൊന്നെങ്കിൽ അങ്ങനെ ഭാഗത്തിൽ ഒരു റിപ്ലൈ ഇക്കില്ല, മുണ്ടാണ്ട് പോണ്ടാറിട്ടാണ് അർത്ഥം. സൈലന്റ് ആയിട്ട് പോണ്ടാറുണ്ട്, എന്തും ഒരു റിപ്ലൈ ഇല്ലാണ്ട് അത് കേൾക്കാത്തങ്ങളെ പോലെ ആക്കിയോണ്ട് നിങ്ങൾ പോണ്ടാറ്. അതുകൊണ്ട് അങ്ങനെ റിപ്ലൈ അള്ളാഹു താലോട് ചൊന്നിട്ടില്ല. അപ്പൊ കാഫിരീങ്ങളെ അവസ്ഥ ഇതാണ്. കാഫിരീങ്ങ അള്ളാഹു താലയുടെ അനുസരണാക്കാത്തങ്ങളെ അവസ്ഥ ഇത്രല്ല. അള്ളാഹു താല പാഠങ്ങളെ മുന്നിൽ വെച്ചിട്ട് ചിന്തിക്കുകേനായ ഉൾക്കൊള്ളുകേനായിട്ടുള്ള അങ്ങനത്തെ എല്ലാ പാഠങ്ങൾ വെച്ചിട്ട് പോലും അംഗീകരിക്കുക തയ്യാറില്ല എന്ന് മാത്രല്ല. ഒന്നുകൂടി അള്ളാഹു താല സ്പഷ്ടമാക്കി ചൊല്ല, അള്ളാഹുടെ റബ്ബുടെ വലിയ ദൃഷ്ടാന്തങ്ങ നിദർശനങ്ങളിൽ നിന്നിട്ടുള്ള വലിയ വലിയ ആയത്തുങ്ങ വലിയ അത്ഭുതമായ കാര്യങ്ങൾ അങ്ങു എത്തുമ്പോ അങ്ങനെ മുട്ട പറമ്പോ ഇല്ല കാനു അൻഹാ മുഅ്രിദീൻ, അതിരെ കംപ്ലീറ്റ് നെഗ്ലെക്ട് ആക്കടല്ലാണ്ട് വേറെന്തും ആക്കില്ല. ഏതേ ഒരു ആയത്ത്, ഏതേ ഒരു അത്ഭുതകരമായ സംഗതി അള്ളാഹു താല അങ്ങനെ മുന്നിൽ വെച്ചെങ്കും അങ്ങ് കംപ്ലീറ്റ് നെഗ്ലെക്ട് ആക്കണ മാത്രാണ്. അള്ളാഹു ഇല്ലാ ചൊല്ലേക്കും ആഖിറ യൗമുൽ ആഖിറ, ആഖിറ ചൊല്ല ഒരു ലോകമുണ്ട് എന്നുള്ളതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ നബിയാണ് റസൂലാണ് എന്നതുക്കുള്ള വലിയ വലിയ തെളിവ് അങ്ങനെ മുന്നിൽ വെച്ചെങ്കും
ಅದಕ್ಕುಲ್ಲ അങ്ങനത്തെ വലിയ ದೃಷ್ಟಾಂತ ಅಂಗಲ ಮುನ್ನೊಂದು ಪ್ರೆಸೆಂಟ್ ಹಾಕಿಂಗು ಅದರ ಕಂಪ್ಲೀಟ್ ನೆಗ್ಲೆಕ್ಟ್ ಹಾಕಡಾರ ಕಾರಣ അത് സ്വീകരിക്കുല്ല മനസ്സ് അങ്ങലട്ടില്ല അങ്ങോഗു ഇതുക്ക് വിരുദ്ധമായിട്ടുള്ള പല കാര്യത്തൊട്ടികയാണ് അങ്ങോക്ക് ഇഷ്ടമില്ലേ ദുനിയാവുടെ മോഹങ്ങൾ ദുനിയാവുടെ അധികാരങ്ങ ദുനിയാവുടെ സമ്പത്ത് സമ്പത്തൊട്ടുള്ള മോഹങ്ങ ഇതെല്ലാം ഇട്ടിക്കിറങ്ങലെ അങ്ങോക്കുള്ള ഇഷ്ട കാര്യങ്ങ അങ്ങോക്ക് ഇതിരൊട്ടൊന്നും ഇഷ്ട വന്നോട്ടില്ല ഇതിരെല്ലാം നെഗ്ലെക്ട് ആക്കറാറ് എന്നാണ് അല്ലാഹു തആല ചൊന്നിട്ടുള്ളത്. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.